അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് 80 വയസ്സ് പ്രായമുള്ള ബഹുമാന്യനായ ജമാൽ സാഹിബിനെയാണ്. അദ്ദേഹം ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും. നമുക്ക് ആദ്യം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദത്തിനൊരു കുലുക്കുണ്ട്, കാരണം എൻ്റെ പ്രായത്തിൻ്റെ അധികമുള്ളതുകൊണ്ടാണത്. എനിക്ക് ഇപ്പോൾ 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം പല സ്ഥലത്തും മാറ്റം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ കൊണ്ട് ചേർക്കുകയുണ്ടായി. അപ്പോൾ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വിടേണ്ടി വന്നു. ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് കുത്താറാത്തീബും ഹോമം നടക്കലൊക്കെയാണ്. അത് കണ്ടിട്ട് എനിക്ക് മനസ്സിൽ വലിയ വേദന തോന്നിയിട്ടുണ്ട്. കാരണം അതേ സംഗതി തന്നെ ഹിന്ദുക്കളും ചെയ്യണം. ഈ കുത്താറാത്തീബ് എൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടുത്തെ ഒളിച്ചപ്പാട് എന്നാണ് പറയുക. അദ്ദേഹം തലയിലൊക്കെ വെട്ടി ചോരൊക്കെ ഒലിപ്പിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. അതേപോലെ എൻ്റെ അടുത്ത വീട്ടിൽ ഹോമം നടത്തിയിരുന്നു. ഒരു സ്ത്രീക്ക് അല്പം മാനസിക പ്രശ്നം ഉണ്ടായിട്ട് ഒരു 7 ദിവസം വലിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് ഒരു മുസ്ലിം വന്നിട്ട് എന്തെല്ലാം ചെയ്യും. അതേപോലെ തന്നെ ഹിന്ദുക്കളെ വീട്ടിലും ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇതൊന്നും ശരിയല്ലല്ലോ എന്നുള്ളൊരു ധാരണ തോന്നിയിരുന്നു. പക്ഷെ ദീനിനോട് അടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉപ്പ സ്കൂൾ അധ്യാപകനാണെങ്കിലും ചെറുപ്പം മുതൽ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പുരോഗമനവാദിയായിരുന്നു. എന്നാലും മൂപ്പര് ഇതിൽ നിന്നും വിട്ടു നിൽക്കാനും മൂപ്പർക്ക് തയ്യാറില്ല. അപ്പോൾ അവിടെ അടുത്ത വീട്ടിലൊക്കെ നടക്കുന്ന മൗലൂദിനും റാത്തീബിനൊക്കെ പങ്കെടുക്കാൻ നിർബന്ധിതനാവാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ എന്നെ കൈ പിടിച്ചിട്ട് ഞാനും നാട്ടിലുണ്ടെങ്കിൽ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെ ഞാനും നിർബന്ധിതനാവും. എനിക്ക് അന്നേ മനസ്സിൽ അതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ ചേർന്നതിന് ശേഷം നാട്ടിൽ വരുമ്പോഴെല്ലാം പുറത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് പോയിരുന്ന് കാണുമ്പോൾ പ്രകൃതി നോക്കിക്കൊണ്ട് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതൊന്നും ആവില്ലല്ലോ എന്നുള്ള ധാരണ മനസ്സിലുണ്ടായിക്കൊണ്ടിരുന്നു. എന്നാലും അവിടുന്ന് മാറാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ചുറ്റുപാടിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഏതാണ്ടൊരു 27 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. 30ാമത്തെ വയസ്സിൽ എനിക്ക് ഗൾഫിൽ പോകേണ്ടി വന്നു. അവിടെ നിന്നാണ് എനിക്ക് ശരിക്കുള്ള ദീൻ എന്താണ് ഇസ്ലാം, എന്താണ് തൗഹീദ് എന്ന് മനസ്സിലായത്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ ഹുസൈൻ സലഫിയാണ്. ഹുസൈൻ സലഫിനായിട്ട് ഇവിടെ മാറഞ്ചേരിയുള്ള കാലത്ത് തന്നെ നേരി പരിചയമുണ്ട്. പിന്നെ എൻ്റെ മരുമകൻ മാറഞ്ചേരിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം മുഖാന്തരം ഹുസൈൻ സലഫിനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചെറുപ്പകാലത്തെ എനിക്ക് ഖുർആൻ പഠിക്കാനോ ഹദീസ് പഠിക്കാനോ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിട്ട് പഠിക്കാനോ ഒന്നും ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ശക്തിയുണ്ട്, അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് ചെറുപ്പം മുതൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതുവരെ കാണുന്നതെല്ലാം ശരിയല്ല. പിന്നെ എനിക്ക് ഖുർആൻ പഠിക്കാൻ ഒരു സൗകര്യവും കിട്ടിയിട്ടില്ല. ഒത്തുപള്ളിയിൽ പഠിപ്പിക്കുക, അലിഫ് ബ തറഞ്ഞിട്ട് എഴുതുക, പിന്നെ മുസ്ലിയർ കുഴിനകം കുത്തിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റമാണ്, പഠിപ്പിക്കലല്ല. അതുപോലെ ഇപ്പോൾ പള്ളിയിൽ ദർസ് ഉണ്ടായിരുന്നു. ദർസിന് വളരെ കുറച്ച് ദിവസമേ എനിക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ദർസിലുള്ള മുസ്ലിംമാരുടെ പെരുമാറ്റമൊന്നും എനിക്ക് അത്ര തീരെ തൃപ്തിയായില്ല. അതുകൊണ്ട് ഞാൻ ദർസ് നിർത്തി. പിന്നെ എനിക്ക് ഖുർആൻ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഉപ്പ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കാൻ പറയും എന്നോട്. പക്ഷേ അതൊന്നും എനിക്ക് വായിച്ചിട്ട് അങ്ങനെ മനസ്സിലാവാറില്ല. അപ്പോൾ എനിക്ക് ദീന് കിട്ടാൻ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ എൻ്റെ ഗൾഫിൽ പോകുന്നവരെ യാതൊരു സാധ്യതയും നാട്ടിലുണ്ടായിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വേണ്ടാത്ത കാര്യങ്ങളും ഈ കുത്തറാത്തീബും മൗലൂദും ഈ അൽഫാത്തിയ ഓതലൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളൊരു സുന്നി ആദർശത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് ഗൾഫിൽ പോയപ്പോൾ
അൽഹാഖ് മുത്തക്കാസിർ എന്നുള്ളൊരു ക്ലാസ് കരീം സലഫി എന്നാണ് എൻ്റെ ഓർമ്മ, പാലക്കാട്ടിലുള്ള അദ്ദേഹം അതുകൊണ്ട് വിശദമായിട്ടുണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് അഹമ്മദി മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ആളാണെന്നുള്ളത്. അത് മാറി. അപ്പോൾ ഒരു ഖബർ സന്ദർശിക്കുന്നവരെ ഈ അഹമ്മദിയൊക്കെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ശേഷം എന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് വല്ലാതെ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ടാണ് എല്ലാം മാറ്റി നിർത്തി ശരിയായ ആദർശത്തിൽ വരണം എന്നെൻ്റെ മനസ്സ് പറഞ്ഞത്. അതിനനുസരിച്ച് എനിക്ക് പരിവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളോടും സഹോദരന്മാരോടും പറയാനുള്ളത്, ഞാൻ പഠിച്ച മാതിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്യാണ്ടിരിക്കില്ല. ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് നിങ്ങളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാതെ ഇരിക്കില്ല, അത് തീർച്ചയാണ്. പക്ഷെ നിങ്ങളതെല്ലാം അവഗണിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഖുർആന് മലയാളം ട്രാൻസ്ലേഷൻ കിട്ടാത്ത അവസരങ്ങളില്ലപ്പോൾ നമ്മളെ നാട്ടിൽ പോയി ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഖുർആൻ മറ്റേ ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചാൽ കണ്ണു പൊട്ടും, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ് മുസ്ലിയാക്കന്മാർ. അപ്പോൾ ഖുർആൻ പഠിച്ചാതല്ലാതെ എന്താണ് അള്ളാഹു എന്ന് എന്താണ് റസൂൽ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എൻ്റെ ശബ്ദം കേൾക്കുന്നവർ പറയാനുള്ളത്, ഈ മുസ്ലിയാക്കന്മാരും അല്ലെങ്കിൽ മറ്റ് ആദർശക്കാരൊക്കെ പറയണത് ചെവിക്കൊള്ളാതെ ശരിയായ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറ്റും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ്. ഈ മുസ്ലിയാക്കന്മാരെ പിന്നാലെ നടന്നുകൊണ്ട് ഒന്നും നിങ്ങൾ നേടാൻ പോകുന്നില്ല. ദുന്യാവും നഷ്ടപ്പെടും, ആഖിറത്തും നഷ്ടപ്പെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് മടങ്ങി വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അള്ളാഹു എല്ലാം കൊണ്ടും എൻ്റെ കാര്യത്തിൽ ഒരു മാർഗ്ഗദർശനം നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു എനിക്ക് നിലനിർത്തി തട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് ദുആ ചെയ്യാനുള്ളൂ. എനിക്ക് ഈ വെളിച്ചം എത്തിച്ച് തന്ന എല്ലാ പണ്ഡിതന്മാർക്കും ആരോഗ്യവും ആയുസ്സും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സംഗതി ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ കേട്ട് കഴിഞ്ഞു, ചെറുപ്രായത്തിൽ ഇസ്ലാമുമായിട്ടേറെ ബന്ധമില്ലാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളുമായിട്ട് വലിയ അടുപ്പമില്ലാത്ത രൂപത്തിൽ ഒരുപാട് ആളുകൾ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണ്? ഞാൻ സുന്നിയാണ്, ഞാൻ സമസ്തയുടെ ആശയം വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന ഉള്ളിൽ ഒരു തോന്നലാണ് ഒരു പക്ഷേ അതിന് കാരണം. നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആദർശം അത് കേൾക്കരുത്, അത് കേട്ട് കഴിഞ്ഞാൽ അപകടമാകും, അതുകൊണ്ട് മുജാഹിദുകളുടെ സംസാരം കേൾക്കരുത് എന്ന് പറയുന്ന ആളുകൾ ഏറെയാണ്. അക്കാരണം കൊണ്ട് തന്നെ മുജാഹിദുകളായിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, ഹദീസുകൾ, ഇതൊന്നും ചെവി കൊടുക്കാതെ ജീവിക്കുന്ന വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അതിൻ്റെ കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, അത് സമസ്തയുടെ മുസ്ലിയാക്കന്മാരാണ് എന്ന്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിച്ച ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. അവിടെ പോയപ്പോൾ ഖുർആൻ പരിചയപ്പെടാൻ അവസരമുണ്ടായി. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കി. ആ സ്വാധീനമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നീണ്ട വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ദഅവാ പ്രവർത്തനങ്ങളുമായി മുഴുകി. പല ആളുകളും തൗഹീദിൻ്റെ വെളിച്ചം ലഭിച്ചുകൊണ്ട് ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു അഭിവാഞ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നത് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെട്ടത് കൊണ്ടാണ്, പരിശുദ്ധ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. ആ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ആ പരിശുദ്ധ ഖുർആനെ പഠിക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു സമൂഹമായിട്ട് ഇന്നും മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത തൗഹീദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന്, ആ ഒരു വെളിച്ചം, അതിലേക്കുള്ള ക്ഷണം കിട്ടിയപ്പോൾ തന്നെ ആ ഒരു വെളിച്ചത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത് അൽഹംദുലില്ലാ, അത് വലിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ സഹോദരങ്ങളെ, അത് കേൾക്കാൻ വേണ്ടി ചെവി തുറന്നു വച്ചപ്പോൾ, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഹൃദയം തയ്യാറായപ്പോൾ ഈ ഒരു വിഷയത്തെ
ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ചെവി മൂടി വെച്ചുകൊണ്ട്, ഹൃദയം അടച്ചുകൊണ്ട്, എല്ലാ നിലക്കും ഖുർആനിലേക്ക് ചിന്ത കൊടുക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം ചുറ്റുഭാഗങ്ങളിലുണ്ട്. ആ സമൂഹത്തോടാണ് ബഹുമാന്യനായ ജമാലിക്ക ഇവിടെ സൂചിപ്പിച്ചത്, നിങ്ങൾ ഖുർആൻ പഠിക്കണം, എന്തെങ്കിലും ഒരു സ്വാധീനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കുണ്ടാകും എന്ന് പറയുന്നത്. അത് വളരെ നസീഹത്തോടു കൂടി അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. അത് ഗുണകാംക്ഷയോടുകൂടി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.